ഇപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ വീക്ക്നെസ് എന്തൊക്കെയാണ്, നിങ്ങൾ എന്ത് കഴിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എവിടെ ചെല്ലാൻ കൊതിക്കുന്നു, നിങ്ങൾ എന്ത് കാഴ്ച കാണാൻ ഇഷ്ടപ്പെടുന്നു, നിങ്ങൾ ആരാവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ ലൈഫ് ഏത് രീതിയിലാണ് നിങ്ങൾ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഫുൾ ഡാറ്റ നിങ്ങളുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ അറിയാതെ പോകുന്നു. അതായത് നമ്മുടെ ചുറ്റും നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതുവഴി അറിയുന്നില്ല. ഉദാഹരണത്തിന്, നമ്മൾ സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് വരുന്ന ഫീഡ്സ് എല്ലാം ട്രാവലിനെ കുറിച്ചായിരിക്കും. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തോ നിർഭാഗ്യവശാൽ നമുക്ക് അത്തരത്തിലുള്ളൊരു സഞ്ചാരം ചെയ്യാനായിട്ട്, യാത്ര ചെയ്യാനായിട്ടുള്ള സമയവും സന്ദർഭവും ഇല്ല എന്നുണ്ടെങ്കിൽ, ഇത്തരം വീഡിയോസ് മാത്രം നമ്മുടെ കണ്ണു മുമ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷമം വരത്തില്ലേ? അയ്യോ, എനിക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല, ഞാനും ഇതുപോലെ ആവാനാണല്ലോ ആഗ്രഹിച്ചത് എന്ന് ചിന്തിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷാദത്തിൻ്റെ തരി അവിടെ മുളയ്ക്കുകയാണ്. അതുപോലെ തന്നെയായിരിക്കും നമ്മൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോഴും, നമ്മൾ ധരിക്കാൻ കൊതിക്കുന്ന വസ്ത്രങ്ങൾ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതായിരിക്കാം. അതൊക്കെ നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമുക്കിതിന് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവായിട്ടാണ് നമ്മുടെ തോട്ട് വർക്ക് ചെയ്യുക. അതായത് റിയാലിറ്റി മൊത്തത്തിൽ കാണുന്നില്ല, യഥാർത്ഥത്തിലുള്ള വാർത്തകളും ജീവിതങ്ങളും നമ്മൾ അറിയാതെ പോകുന്നു. നമ്മുടെ മുമ്പിൽ വരുന്നത് അത്രയും ഫാൻറ്റസി ആയിട്ടുള്ള, അല്ലെങ്കിൽ അത്രയും ഹാപ്പിനെസ് റാപ്ഡ് ആയിട്ടുള്ള, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ജീവിതങ്ങളാണ് വരുന്നത്, സക്സസ് സ്റ്റോറീസാണ് വരുന്നത്. ഇതിൻ്റെ ഭവിഷ്യത്വം എന്താണ്? നമുക്ക് ചുറ്റും നമ്മൾ പോലും അറിയാതെ നമ്മൾ തന്നെ കെട്ടിപ്പടുക്കുന്ന ഒരു സക്സസിൻ്റെ ക്രൈറ്റീരിയ ഉണ്ട്. ഇന്നതൊക്കെ സാധിച്ചെങ്കിൽ മാത്രമേ എൻ്റെ ലൈഫ് ഹാപ്പി ആവത്തുള്ളൂ, എൻ്റെ ലൈഫ് സക്സസ് ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ നേടിയിരിക്കണം. ഫോൾസ് ആയിട്ടുള്ളൊരു ബിലീഫ്, ഒരു ക്രൈറ്റീരിയ നമ്മുടെ മുമ്പിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അത് കിട്ടാത്തിടത്തോളം കാലം നമ്മുടെ ലൈഫ് ഹാപ്പി ആവാതിരിക്കുന്നു, തീരെ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ജീവിതം നമ്മൾ നയിക്കുന്നു. സോ ഇതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഡിപ്രഷനിലേക്ക് നയിക്കാവുന്ന കാരണം. ഈ പുതിയ ജനറേഷനിലെ മെജോറിറ്റി ആൾക്കാരും തീരെ സാറ്റിസ്ഫൈഡ് അല്ല. അവരുടെ ജോബിലാണെന്നുണ്ടെങ്കിലും, അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിലും, അവരുടെ ലൈഫ് സ്റ്റൈലിലാണെങ്കിലും അതിന് ഒരു കാരണം കമ്പാരിസനാണ്. ഈ കമ്പാരിസനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നതും നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചെയ്യുന്നതും. തീർച്ചയായും കുറച്ച് ദിവസത്തേക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും എന്നുള്ള സോഷ്യൽ മീഡിയയ്ക്ക് ഒരു പോസ് കൊടുക്കുക. ആൻഡ് ഈ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ നെഗറ്റീവായിട്ട് ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടോ, ഈ സോഷ്യൽ മീഡിയ നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ടോ എന്ന്. സോഷ്യൽ മീഡിയ നിങ്ങളുടെ കൺട്രോളായിരിക്കണം, അല്ലാതെ സോഷ്യൽ മീഡിയ ഒരിക്കലും നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ പാടില്ല.